ചെറുപ്പം മുതലേ നമ്മൾ ഏറെ കൗതുകത്തോടെയായിരിക്കും വലിയ നദികൾക്കും കടലിന് മുകളിലൂടെയുമൊക്കെയുള്ള ഭീമൻ പാലങ്ങളെ നോക്കിക്കണ്ടിട്ടുണ്ടാവുക. എന്നാൽ അത്രയും ആഴമുള്ള നദികളിലും കടലിലുമൊക്കെ എങ്ങനെയായിരിക്കും ഇത്രയും വലിയ പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാവുകയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ എങ്ങനെയാണ് അതിവിദഗ്ധമായി കടലിന് മുകളിലൊക്കെ പാലങ്ങൾ നിർമ്മിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാലം നിർമ്മിക്കുന്നതിൻ്റെ ആദ്യഘട്ടം എന്നത് എവിടെയാണോ പാലം നിർമ്മിക്കുന്നത് ആ സ്ഥലത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതായത് പാലം നിർമ്മിക്കുന്ന നദിയുടെയോ കടലിൻ്റെയോ ആഴവും അവിടെയുള്ള മണ്ണിൻ്റെയും മണലിൻ്റെയും ഘടനയും പാലത്തിൻ്റെ തൂണുകൾ എത്ര ബലത്തിൽ നിർമ്മിക്കണം എന്നുള്ളതൊക്കെ എഞ്ചിനീയർമാർ നിർണ്ണയിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ആഴം അളക്കാനും മറ്റും സ്കൂബ ഡൈവേഴ്സിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇതിനുശേഷമാണ് പാലത്തിൻ്റെ പണികൾ ആരംഭിക്കുന്നത്. അതായത് വെള്ളത്തിൽ പാലങ്ങൾ നിർമ്മിക്കാനായി കൂടുതലായും ഉപയോഗിക്കുന്നത് കോഫർ ഡാം സ്ട്രക്ചർ ഉപയോഗിച്ചുള്ള രീതിയാണ്. പേര് പോലെ തന്നെ ഡാം മോഡൽ ഉപയോഗിച്ചുള്ള മെത്തേഡാണിത്. ചുരുക്കി പറഞ്ഞാൽ വെള്ളം കെട്ടി നിർത്തി പാലത്തിനു വേണ്ട തൂണുകൾ പണിയുകയാണ് ചെയ്യുക. ഈ രീതിയിൽ പാലം പണിയുമ്പോൾ പാലത്തിന് ആവശ്യമായ തൂണുകൾ നിർമ്മിക്കേണ്ട ഭാഗത്ത് കോഫർ ഡാമുകൾ ആവശ്യമായ വലുപ്പത്തിൽ നിർമ്മിച്ചു വെക്കും. ഇരുമ്പ് പാളികൾ മുറിച്ച് ചേർത്ത് വെച്ച് പുറത്തുനിന്ന് അകത്തേക്ക് വെള്ളം കടക്കാത്ത രീതിയിൽ പൂർണ്ണമായും വാട്ടർ പ്രൂഫ് ആക്കിയെടുക്കുകയാണ് ചെയ്യുക. ഓരോ പാലത്തിനനുസരിച്ചും കോഫർ ഡാമിൻ്റെ വലുപ്പത്തിലും വ്യത്യാസമുണ്ടായിക്കൊണ്ടിരിക്കും. ഇത്തരത്തിൽ കോഫർ ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ കോഫർ ഡാമുകൾ പാലത്തിൻ്റെ തൂണുകൾ നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കും. ഇത്തരത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ കോഫർ ഡാമുകൾ നദിയിലേക്ക് ഉരുട്ടിയിറക്കി വെള്ളത്തിൽ മുങ്ങാത്ത രീതിയിൽ വെള്ളത്തിലൂടെ തന്നെ കൊണ്ടുപോയി ആവശ്യമായ സ്ഥലത്ത് ഘടിപ്പിച്ച് കൺസ്ട്രക്ഷൻ ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇവ ഇറക്കി കഴിഞ്ഞാൽ അതിനുള്ളിലെ വെള്ളം മുഴുവൻ പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് അടുത്ത ജോലി. അങ്ങനെ മുഴുവനായും വെള്ളം പമ്പ് ചെയ്ത് കോഫർ ഡാമിൻ്റെ ഉൾവശം സാധാരണ ഒരു സ്ഥലം പോലെ ആക്കിയെടുക്കണം. ഇത്തരത്തിൽ കോഫർ ഡാമിനുള്ളിൽ കൺസ്ട്രക്ഷൻസ് നടക്കുമ്പോൾ നദിയിലോ കടലിലോ മറ്റോ വേലിയേറ്റം സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാൻ പ്രത്യേക ടീമും നിരീക്ഷണം നടത്തുന്നുണ്ടാകും. കാരണം ഇത്തരത്തിൽ കോഫർ ഡാം ഉപയോഗിച്ചുള്ള പാലം നിർമ്മാണം പെട്ടെന്ന് ചെയ്യാൻ കഴിയുമെങ്കിലും അതിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഏതായാലും ഈ ഒരു കോഫർ ഡാമിന് 400 ടണ്ണോളം ഭാരമുണ്ടാകും. ഈ കോഫർ ഡാമുകൾക്കുള്ളിലാണ് പാലത്തിന് ആവശ്യമായ ശക്തിയുള്ള തൂണുകൾ നിർമ്മിച്ചെടുക്കുന്നത്. ഒരു പാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ഇത് തന്നെയാണ്. തൂണുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ പാലത്തിൻ്റെ മുകൾ ഭാഗം റെഡിമെയ്ഡായി നിർമ്മിക്കുകയാണ് ചെയ്യുക. അങ്ങനെ നിർമ്മിച്ചെടുത്ത പാലത്തിൻ്റെ ഭാഗം ഫൗണ്ടേഷനുമായി ഘടിപ്പിക്കും. ഇതിനൊക്കെ മുൻപ് കേബിൾ കണക്ട് ചെയ്യാനുള്ള സ്ട്രക്ചർ ഫൗണ്ടേഷനുമായി ബന്ധിപ്പിക്കും. ആയിരക്കണക്കിന് നെട്ടും ബോൾട്ടും ഉപയോഗിച്ചാണ് ഇവ തമ്മിൽ ഘടിപ്പിക്കുന്നത്. അതിനുശേഷം റോപ്പുകൾ കണക്ട് ചെയ്യാനുള്ള ടവർ അതിൽ ഫിറ്റ് ചെയ്യുന്നു. ഇനി പാലത്തിൻ്റെ മധ്യഭാഗം ഫിറ്റ് ചെയ്യുന്ന ജോലിയാണ്. നേരത്തെ ഫ്രെയിം ചെയ്ത സ്ട്രക്ചറിൽ ആദ്യമേ നിർമ്മിച്ച പാലത്തിൻ്റെ മുകൾ ഭാഗം ഘടിപ്പിക്കും. ശേഷം പാലത്തിൻ്റെ മറ്റു ഭാഗങ്ങളും ഇതുമായി കണക്ട് ചെയ്യും. കേബിളുകളും ക്രെയിനും മറ്റും ഉപയോഗിച്ചാണ് ഇത് ചെയ്യുക. അങ്ങനെ പാലത്തിൻ്റെ ഭാഗങ്ങൾ യഥാസ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ കേബിളുകൾ കണക്ട് ചെയ്യണം. കാണുമ്പോൾ വെറും കേബിളുകൾ മാത്രമായി നമുക്ക് തോന്നുമെങ്കിലും മോട്ടോറുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വലിയൊരു സിസ്റ്റമാണിത്. അനേകം സ്റ്റീൽ വയറുകൾ ചേർത്ത് നിർമ്മിച്ച 100ഓളം കമ്പികൾ ഒരുമിച്ച് ചേർത്താണ് ഓരോ കേബിളും നിർമ്മിക്കുന്നത്. ഇവക്ക് തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടി ഈ കമ്പികളുടെ പുറത്തുകൂടി മറ്റൊരു സേഫ്റ്റി കവറിങ്ങും നൽകും. ഈ കേബിളുകളെയും മോട്ടോറുകളുടെ സഹായത്തോടെയാണ് ടൈറ്റാക്കിയെടുക്കുന്നത്. 100 വർഷം വരെയും ഇവ തകരാത്ത രീതിയിൽ സജ്ജമായിരിക്കും. ഈ പറഞ്ഞതൊക്കെ നദിയുടെ 2 വശങ്ങളിൽ നിന്നും ഒരേപോലെ നടക്കുന്നുണ്ടാകും. കൂടാതെ ഈ പാലത്തിന് മുകളിൽ നിർമ്മിക്കേണ്ട ഹൈവേയുടെ ജോലിയും മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ടാകും. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും പാലങ്ങൾ ഘടിപ്പിച്ച് ഒടുവിലവ പാലത്തിന് നടുവിലെത്തും. അങ്ങനെ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകും. പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആദ്യം തൂണുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കോഫർ ഡാമുകൾ അവിടെ നിന്നും നീക്കം ചെയ്യുകയും ചെയ്യും.
ഇത്തരത്തിൽ കോഫർ ഡാമുകൾ ഉപയോഗിച്ചാൽ പാലങ്ങൾ എളുപ്പത്തിലും ബലത്തോടെയും നിർമ്മിക്കാൻ കഴിയുമെന്നതാണ് വാസ്തവം. ഏതായാലും നിങ്ങൾക്കിതിനെപ്പറ്റി എന്തു തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.